ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരേക്കും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് അവലെടുത്തിട്ടുണ്ട്, 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്, 10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് എങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് കാണാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു കടായി സ്റ്റൗവിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നീട് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നീട് നമ്മൾ അരിഞ്ഞു വെച്ച സവോളയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ല കളർ മാറുന്നത് വരെ വഴറ്റൊന്നും വേണ്ടായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം ഇവിടെ വഴറ്റി വന്നിട്ടുണ്ട്. പിന്നീട് നമുക്കതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. പിന്നീട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും ഇട്ടിട്ട് ഇതിനൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 2 മുട്ടയില്ലേ, അതുകൂടി നമ്മൾ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. മുട്ട ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആവുന്നവരെ വറുത്തെടുക്കുകയൊന്നും വേണ്ട. ഒരു ചെറിയ ഒരു നനവോട് കൂടി വേണം നമ്മളിതിനെ വഴറ്റിയെടുക്കാൻ വേണ്ടി. ഇല്ലെങ്കിൽ നമ്മൾ അവൽ കൂടി ഇടുമ്പോൾ ഇത് ഒന്നുകൂടി ഡ്രൈ ആയി വരും. അപ്പം എന്താ ഈ ഒരു പാകം ആകുമ്പോൾ നമുക്കതിലേക്ക് അവലൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ അവൽ കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ഒന്ന് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഒന്ന് മിക്സ് ആക്കുക. ഒരുപാടങ്ങ് ഡ്രൈ ആവുമൊന്നും വേണ്ട കേട്ടോ. നമ്മളൊന്ന് മുട്ട ഇട്ടതിന് ശേഷം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. പിന്നീട് നമുക്കതിലേക്ക് ഞാനിതിൽ 1/2 കപ്പ് പാലാണ് വയ്ക്കുന്നത്. കാരണം എൻ്റെ അവല് വെള്ള അവിലല്ല, കുറച്ച് കട്ടിയുള്ള അവിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിന് 1/2 കപ്പ് പാൽ ഒഴിക്കുന്നുണ്ട്. വെള്ള അവിലാണ് എടുക്കുന്നതെങ്കിൽ നമ്മളൊരു 1/4 കപ്പ് പാൽ ഒഴിച്ചാൽ മതിയാവും. അപ്പോൾ ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ അവൽ പാലിൽ കിടന്നൊന്ന് ചെറുതായിട്ട് കുക്കാവുന്ന വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. എന്താ ഏകദേശം നമ്മളെ അവലൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒരു സാധനം കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. രാവിലെയൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ അവൽ കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് വേറൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴേ മറ്റുള്ളവർക്ക് ഉണ്ടാക്കി നോക്കാനുള്ള പ്രചോദനം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ ബൈ.